ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിഷൂസ് കിച്ചണിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കാണാനും അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഫർദ് ബിരിയാണി. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഈസ്റ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ നേരിയ ചുടുവെള്ളമാണ്. ആ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. കൂടാതെ ഇതിലേക്ക് പഞ്ചസാര കൂടി വേണം. 1 ടീസ്പൂൺ നിറയെ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയണം. 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താലേ ഇതൊന്ന് ആക്റ്റീവ് ആവുകയുള്ളൂ. ഇനി ഞാൻ മറ്റൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആ അരിയിലേക്ക് ഞാൻ ഒരു 5 സവാളയാണ് ആ സവാള എടുത്തിരിക്കുന്നത്. ആ സവാള വാടാൻ വേണ്ടിയുള്ള ഓയിൽ ഒഴിക്കാം. സവാള നന്നായി നുറുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളകാണ് ഒരു 5 പച്ചമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 3 ടീസ്പൂണോളം വരും, രണ്ടും കൂടി ചതച്ചെടുത്തതാണ്. ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന നന്നായി ഇളക്കി കൊടുക്കണം. ശേഷം ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കൂടാതെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ പെരുംജീരകം, 2 ടീസ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഈ പച്ചക്കറികളും ഈ പൊടികളും എല്ലാം നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിനയില അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ബീഫ് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മറ്റൊരു പാനിലേക്ക് അത് ചേർക്കുമ്പോൾ കുറച്ച് സമയം വേവിക്കേണ്ടി വരുന്നുള്ളൂ. അതിനു വേണ്ടിയാണ് ആദ്യം തന്നെ വേവിച്ചെടുത്തത്. അതുപോലെ ബീഫിലേക്ക് നല്ലോണം ഉപ്പും മുളകും നന്നായി പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ബീഫിലെ വെള്ളവും അതുപോലെ പച്ചക്കറിയിലെ ഈ വെള്ളവും എല്ലാം നല്ലോണം വറ്റി പാകമാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം ഇതിലുള്ള ചാറ് ഒന്ന് വറ്റി വരും. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് എല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മാവ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദയിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്നത് ഒരു 2 ടീസ്പൂൺ അളവിൽ തൈരും അതുപോലെ നേരത്തെ മാറ്റിവെച്ച ഈസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. എന്നിട്ടിത് നന്നായി കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക്
ചുടുവെള്ളം ചേർക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറിൽ കുറയാതെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ ഈ മാവ് നന്നായി പൊങ്ങി വരികയുള്ളൂ. ഇങ്ങനെ കൈമേൽ ഒട്ടി പിടിക്കുമ്പോൾ നിങ്ങളൊന്നും പ്രശ്നമാക്കണ്ട. അത് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് താനേ അങ്ങനെ റെഡിയായി വരും. മാവെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ നമുക്ക് ഒരു അരമണിക്കൂറിൽ കുറയാതെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഈ സമയം നമുക്ക് മറ്റൊരു പാൻ സ്റ്റൗവിൽ വെക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണോളം വരും. ഈ ഓയിലിലേക്ക് നമുക്ക് ഒരു 2 പട്ട, അതുപോലെ ഒരു 4 ഗ്രാമ്പു, അതുപോലെ ഒരു 2 സവാള ഇത് കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറാവുന്നവരെ വഴറ്റണം. അതുപോലെ ഒരു 3 ഏലക്ക ഇത് കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3 ഗ്ലാസ് അളവിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. ഈ അരിയുടെ ഡബിൾ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എന്നാലും ഒന്നുകൂടി പറയുകയാണ്, അതിൻ്റെ ഡബിൾ അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു പിടി ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം എല്ലാം നന്നായി തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് അരി കഴുകി മാറ്റി അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തും അടിയിലുള്ള അരി മുകളിലത്തെ രണ്ട് വേവായി മാറൂല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ അരിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഈ പാനിൽ കിടന്ന് നമുക്ക് ഇതൊരു 2 മിനിറ്റ് മാത്രമേ ദം ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബാക്കി നമുക്ക് മറ്റൊരു പാനിൽ വെച്ചിട്ടാണ് നമുക്ക് ദം ചെയ്തെടുക്കേണ്ടത്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. ഇതിങ്ങനെ തുറക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദമാവ് ഒന്ന് പരത്തിയെടുക്കണം. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നന്നായി കുഴച്ച് നമുക്കിത് രണ്ടാക്കിയെടുക്കാം. 2 ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടോ. 2 സോസ് പാനിൽ വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഞാൻ നന്നായി പരത്തിയെടുക്കുകയാണ്. ഇത് പരത്തുമ്പോൾ അധികം കനം കൂടാനും പാടില്ല, എന്നാലോ കുറയാനും പാടില്ല എന്ന രീതിയിൽ നന്നായി പരത്തിയെടുക്കണം. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം. ആ പാനിൽ കവർ ചെയ്യാൻ തക്കത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ 2 ഭാഗവും ഇങ്ങനെ മടക്കിയെടുക്കണം. എന്നാലേ നമുക്ക് ഈ പാനിലേക്ക് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ ഞാൻ ചോറും ഈ ബീഫും ഒന്ന് പരസ്പരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പാനിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി മാവ് ഞാൻ നന്നായി ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 4 ഭാഗവും ചുറ്റുഭാഗവും കവർ ചെയ്യണം. ആ രീതിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ടൈറ്റാക്കി വെക്കരുത്. ടൈറ്റാക്കി വെച്ചാൽ നമ്മൾ അമർത്തുമ്പം അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ മാവ് വരണം. ഒന്ന് ലൂസായി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ചോറ് കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫിൻ്റെ ഫുള്ള് ടേസ്റ്റും ഈ ചോറിലേക്ക് നന്നായി ഇറങ്ങി വരും. അതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാൻ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നന്നായി ദം ചെയ്യല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ്.
ഇങ്ങനെ ചോറ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഇതിൽ രണ്ടാൾക്ക് കഴിക്കാനുള്ള ചോറേ അടങ്ങുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു പാനിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി അമർത്തി കൊടുക്കാം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ലൂസ് വേണമെന്ന് പറഞ്ഞത്, മറ്റത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ ചുറ്റുഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അമർത്തിയെടുക്കാം, പൊട്ടിപ്പോവരുത്. എന്നിട്ടിത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ സോസ് പാനിൻ്റെ അടിയിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറഞ്ഞ തീയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൂടാത്തത് കുറഞ്ഞ തീയിലാണ്. നമുക്കിതിൻ്റെ ഈ ഹോളൊന്ന് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം. എന്താ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം ഇതൊന്ന് നമുക്ക് മറ്റൊരു സോസ് പാനിലേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒരു 2 മിനിറ്റ് മതിയാവും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പർദ്ദ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, വളരെ ടേസ്റ്റിയാണ്. ഇതിങ്ങനെ പൊളിക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലില്ല, നല്ലൊരു ഇതാണ്, നമുക്ക് കഴിക്കാൻ തോന്നും. അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്ന് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഷോപ്പ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ചെറുവയർ എന്ന സ്ഥലത്താണ്. ഞങ്ങളിന്ന് പോകുന്നത് ഒരു 2-2.5 നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് 2-2.5 കിലോമീറ്റർ ദൂരത്തുള്ള എടവണ്ണപ്പാറ എന്ന സ്ഥലത്തേക്കാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. എടവണ്ണപ്പാറയിലെ അരീക്കോട് റോഡിൽ ന്യൂവേ എന്നൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ റെഡിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പോവുകയാണ്. അങ്ങനെ കടയിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അധികമൊന്നും വാങ്ങണില്ല, ജസ്റ്റ് കുറച്ചൊക്കെ ചോപ്പർ അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു, അതൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അങ്ങനെ ചേച്ചി തന്നെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനവും കാര്യമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെ ഇത് വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഫർണിച്ചറുകളും അതുപോലെ പിന്നെ പാത്രങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങൾ ഒക്കെ അടങ്ങിയ വലിയൊരു ഷോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ. ഇവർ പിന്നെ പറഞ്ഞതുപോലെ തന്നെയാണ്, ചെന്ന് നോക്കുമ്പോൾ നല്ല ഓഫറുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കണം. വളരെ വിലക്കുറവിലാണ് നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വാങ്ങിയ സാധനങ്ങളൊക്കെ പിന്നീട് ഓരോന്നായിട്ട് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം മറ്റൊരു വീഡിയോയിൽ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.